അപ്പോൾ എല്ലാവർക്കും മല്ലു നെക്സ്റ്റ് ഡോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, മടി കൊണ്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇതെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യണം, അതിനും ഇതൊക്കെ ചെയ്യണം. അപ്പം ഇന്നും തല വിളിച്ചിട്ട് ഇപ്പോൾ തോർത്തി വന്നിരിക്കുന്ന ഒരിതാണ്. പക്ഷേ ഫേസിലൊക്കെ അത്യാവശ്യം ചെറിയ ടച്ചപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ മെനക്കെട്ട പരിപാടിയാണ്. ഇപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ മാസ്ക് ഇടാം, അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. പിന്നെ എന്താ പറയുക, പിന്നെ വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഉടായ്പപരമായിട്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ഹൈപ്പ് കിട്ടിയൊരു പ്രോഡക്റ്റാണ് ദേഗേൻ്റെ. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ദേഗേൻ്റെ ഷിയ ബട്ടറിൻ്റെ ലിപ് ബാമിൻ്റെ ഒരു റീക്രിയേഷൻ. അപ്പോൾ ദേഗേൻ്റെ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര നാച്ചുറൽ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻസ് നോക്കിയാലും ഫുള്ള് നാച്ചുറലാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല, എക്സെട്ര ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. എല്ലാ പ്രോഡക്ട്സിൻ്റെയും അത് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ലാസ്റ്റത്തെ ഒരു ഫോട്ടോസിൽ അതിൽ അവരുടെ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേഗേൻ്റെ ബീട്രൂട്ട് ലിപ് ബാമാണ് ഒരുപാട് സെലിബ്രിറ്റീസും പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവർ നന്നായിട്ട് അങ്ങനെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തിട്ടും അങ്ങനെ ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ദേഗേൻ്റെ ഷിയ ബട്ടർ ലിപ് ബാം, അതിൻ്റെ ഒരു റീക്രിയേഷൻ പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ലിപ് ബാമിൽ 5 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയ ബട്ടറാണ്. അപ്പോൾ ഷിയ ബട്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം, ആഫ്രിക്കൻ കൺട്രീസിലാണ് ഇത് കിട്ടുന്നത്. ഷീ ട്രീ എന്ന് പറഞ്ഞൊരു ട്രീൻ്റെ ഒരു നട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഈ ഒരു ഷിയ ബട്ടർ. എക്സ്ട്രാക്റ്റ് അല്ല, അതിങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടൊരു ബട്ടർ പോലെ ആക്കുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷിയ ബട്ടർ ശരിക്കും നല്ല വൃത്തിയുടെ സ്മെല്ലാണ്. പക്ഷേ ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ നെയ്ബർ, അവർക്ക് ഈ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ നല്ല പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചതായിരുന്നു, ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ കേടാവൊന്നുമില്ല. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വാക്സ്. അപ്പോൾ ബി വാക്സ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബി വാക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അതും ഞാൻ അവരുടെ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷിയ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബി വാക്സ് കൂടുതലും ഈ ഒരു എക്സ്ഫോലിയേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലൊക്കെ ആക്ട് ചെയ്യാൻ എല്ലാത്തിനും. പിന്നെ മെയിനായിട്ട് ലിപ് ബാമിൽ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബി വാക്സ് യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിപ് ബാം മെൽട്ടായിട്ട് പോകും, നമ്മൾ ബി വാക്സ് യൂസ് ചെയ്തില്ല. അപ്പോൾ ബി വാക്സ് ഇതിലൊരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഇപ്പോൾ ഷീ ബട്ടറിന്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഹൈഡ്രേറ്റിംഗ് ആണ്, മോയ്സ്ചറൈസിംഗ് ആണ്, ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ എല്ലാവിധ സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷീ ബട്ടർ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ 2 ബേസ് ഇൻഗ്രീഡിയൻസ്. പിന്നെ അടുത്തത് ഒരു 3 ഓയിൽസ് ആണ്. അപ്പോൾ ഒന്ന് ആൽമണ്ട് ഓയിൽ, 2 സ്വീറ്റ് ഓറഞ്ച് ഓയിൽ, പിന്നെ 3rd വൺ അവക്കാഡോ ഓയിൽ. അപ്പോൾ ഈ 3 ഓയിലും ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതൊക്കെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ആൽമണ്ട് ഓയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഈ സ്വീറ്റ് ഓറഞ്ച് ഓയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് എസെൻഷ്യൽ ഓയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയ ബട്ടർ നല്ല വൃത്തിയായിട്ട സ്മെല്ലാണ്. അപ്പോൾ അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ കാരിയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്മെല്ല് ഇതായില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്തത്. എസെൻഷ്യൽ ഓയിൽ ആകുമ്പോഴത്തേക്കും കുറച്ച് യൂസ് ചെയ്താൽ മതി, പക്ഷെ നല്ല സ്മെല്ലുണ്ടാവും, അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എസെൻഷ്യൽ ഓയിൽ. ഇപ്പോൾ കാരിയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ എല്ലാതും കാരിയർ ഓയിൽസ് ആണ്. അത് അത്ര കോൺസെൻട്രേറ്റഡ് അല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കര പുകയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ എസെൻഷ്യൽ ഓയിൽ വേറെ ഏതെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്തത് അവക്കാഡോ ഓയിലും. അവക്കാഡോ ഓയിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഓയിലാണ്. അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതിങ്ങനെ ഉണക്കിയിട്ട് അതിനകത്ത് നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് സിമ്പിളാണ്. കുറച്ച് അത്യാവശ്യം ക്ഷമയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓറഞ്ച് ഓയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ എണ്ണ കാച്ചുന്ന പോലെ ഓറഞ്ചിന്റെ തൊലിയിട്ട് കാച്ചി കഴിഞ്ഞാൽ ഓറഞ്ച് ഓയിൽ. ഇപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇപ്പോൾ ഷിയ ബട്ടർ ആണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ബട്ടർ യൂസ് ചെയ്യുക. ബി വാക്സ് അതേപോലെ തന്നെ എല്ലാ ഈവൻ ഫാൻസി സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണ് ബി വാക്സ്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു എല്ലാതും അങ്ങനെ ഭയങ്കര എന്താ പറയുക തലകുത്തി മറിയുന്ന പോലത്തെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം.
അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനെല്ലാം കുറച്ച് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ ഷിയ ബട്ടർ. സോ ഷിയ ബട്ടർ ഭയങ്കര സോഫ്റ്റാണ്, ശരിക്കും ഒരു ബട്ടറിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ കാണാൻ ഒരു ഹാർഡ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ വീട്ടിലെ ബട്ടർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് അത് മെൽറ്റായിട്ട് ഒരു ഓയിലി കൺസിസ്റ്റൻസി ആവും. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ബീ വാക്സ് ആണ്. ബീ വാക്സ് നേരെ ഓപ്പോസിറ്റാണ്, ഭയങ്കര ഹാർഡാണ്, കട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 to 4 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ ഞാൻ ഒരു 30 ml അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്തത് അത് കാരിയർ ഓയിലാണ് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച് ഓയിൽ, ഇത് എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ അത് 10 ml ഒക്കെ ആയിട്ടേ കിട്ടുള്ളൂ. കൂടുതലായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഞാൻ 10 ml വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്തത് അവോക്കാഡോ ഓയിൽ. അപ്പോൾ അതും ഒരു കാരിയർ ഓയിലാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ ആകെ ഷിയ ബട്ടറും ബീ വാക്സും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എസെൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് പോവും. അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്യാം. അപ്പോൾ മെൽറ്റ് ചെയ്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുക. ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാൻ പാടില്ല. ബീ വാക്സ് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ക്ഷമ വേണം. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തുകൊണ്ടാണോന്ന് അറിയില്ല, ആൽമണ്ട് ഓയിൽ മഞ്ഞ കളറാണ്, പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ വെള്ള കളറായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആൽമണ്ട് ഓയിലല്ലേ കേട്ടോ അത്. പിന്നെ അവക്കാഡോ ഓയിൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് ഓയിൽ. അപ്പോൾ സ്വീറ്റ് ഓറഞ്ച് ഓയിൽ ഞാൻ ഡ്രോപ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഞാനൊരു 5 ml വെച്ച് ആഡ് ചെയ്തു. പക്ഷേ ഇത് മാത്രം ഞാൻ ഒരു 10 drops ആഡ് ചെയ്തിട്ടുണ്ട്. എന്തോ ഭാഗത്തിന് എനിക്ക് സെയിം കണ്ടെയ്നർ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, അത് ഹാർഡായിക്കോളും. പക്ഷെ എന്നാലും ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. ഒരു 5-10 minutes ഇത് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ലിപ് ബാം റെഡിയാണ്. സോ ഇതാണ് അവരുടെ ഒറിജിനൽ. കളർ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ആ ഓറഞ്ച് ഓയിൽ ശരിക്കും അവർ ചിലപ്പോൾ ഇൻഫ്യൂസ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആ ഒരു യെല്ലോ കളറ്. പക്ഷേ കളറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കളർ ഇപ്പോൾ എന്തായാലും ചുണ്ടിൽ പിടിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ ശരിക്കും നല്ല കൺസിസ്റ്റൻസിയാണ്, നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ക്ഷമ കൂടുതൽ കാരണം ഞാനൊരു 5 minute കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കിയായിരുന്നു. അപ്പോൾ അത് അനങ്ങി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ വളരെയധികം സക്സസ് ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അടുത്തത് ഇത് നമ്മൾ ട്രൈ ചെയ്യുന്നൊരു ചടങ്ങാണ്. സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർ ചിലപ്പോൾ മറ്റേ ഓയിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓറഞ്ച് മറ്റേ ഇൻഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഓയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ആ ഒരു കുറച്ച് ചെറിയ വ്യത്യാസമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സംഭവം ഇതിൻ്റെ പർപ്പസ് എന്താണ്, മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതെന്തായാലും നടക്കുന്നുണ്ട്. തേച്ച് കാണിക്കുക കണ്ടാ. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഷിയ ബട്ടർ ലിപ് ബാം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം മാത്രമായിട്ടല്ല. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രാക്ക് ഹീൽഡ് യൂസ് ചെയ്യാം. പിന്നെ ഇത് മറ്റേ ഈ എൽബോ ഡ്രൈനെസ് അല്ലെങ്കിൽ കയ്യിൽ വല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വേണമെന്നുണ്ടെങ്കിൽ അണ്ടർ ഐ ക്രീം പോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഈ സാധനം ഒക്കെ ഭയങ്കര കട്ടിയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇതാക്കി കഴിഞ്ഞാൽ കൈൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് ഈ ഷിയ ബട്ടർ മെൽറ്റ് ആവും. അപ്പോൾ ഇതിനാ ഒരു ഷേപ്പ് കൊടുക്കുന്നത് നമ്മുടെ ബീ വാക്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല രീതിയിൽ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് വരും. അവർ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും തോന്നുന്നു. അത് ഈ ബീ വാക്സും ഷിയ ബട്ടറും കൂടെ എടുക്കുന്നതിൻ്റെ ഒരു റേഷ്യോൻ്റെ ഒക്കെ ഒരു വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്ഷമ വേണം. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ബലം ചെയ്യും. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഷിയ ബട്ടറിന് പകരം ഇപ്പോൾ നിങ്ങൾക്ക് പഴയ വല്ല വാസിലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ നാച്ചുറൽ ആവില്ല എന്നേ ഉള്ളൂ. നാച്ചുറൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന നെയ്യ് യൂസ് ചെയ്യുക, നോർമൽ ബട്ടർ യൂസ് ചെയ്യുക. പിന്നെ ബീ വാക്സ് അതില്ലാന്നുണ്ടെങ്കിൽ മെൽട്ടായിട്ട് വരുന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെറുതെ ലിക്വിഡ് പോലെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഓറഞ്ച് ഓയിൽ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പകരം നിങ്ങളുടെ വീട്ടിലുള്ള ഓയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഓറഞ്ച് ഓയിലൊക്കെ ഇപ്പോൾ വെറുതെ തിന്ന് കളയുന്ന ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ഓയിലാവും. അപ്പോൾ അതും സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വലിയ എന്താ പറയുക മലമറയ്ക്കുന്ന കാര്യം ബാലികേറാമലൊന്നുമല്ല.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് ഇതാണ് ലാഭമായിട്ട് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ട് ദേഗ പൂട്ടി പോകാനൊന്നും പോണില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു മനസ്സ് രസമല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഓരോ ഉടായ്പ വീഡിയോകൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.